നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദനെതിരായ ജാതി അധിക്ഷേപത്തിൽ കേസെടുക്കാതെ പോലീസ്. സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ ഈ വിഷയത്തിൽ ഫോൺ വിളിച്ചിട്ട് പോലും അന്തിക്കാട് CI ഫോൺ എടുക്കുന്നില്ല എന്നാണ് CC മുകുന്ദൻ പറയുന്നത്. CPM CPI പ്രവർത്തകർക്കെതിരെ നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. സാനു കെ സജീവാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാനു, വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നാട്ടികയിലെ സിറ്റിംഗ് MLA ആണ് CC മുകുന്ദൻ. അദ്ദേഹത്തിനെതിരെയാണ് ജാതി അധിക്ഷേപം നടന്നിരിക്കുന്നത്. അപ്പോൾ സിറ്റിംഗ് MLA വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല എങ്കിൽ ഒരു സാധാരണക്കാരന് നേരെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാകും ഈ പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മുകുന്ദൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗൗതം, എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് നാട്ടിക MLA ആയിട്ടുള്ള നാട്ടികയിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ ഉന്നയിച്ചിട്ടുള്ളത്. ജാതി അധിക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പ്രധാനമായിട്ടും മുകുന്ദൻ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, താൻ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ട് 2 ദിവസം പിന്നിടുമ്പോഴും അതിൽ ഒരു നടപടി എടുക്കാൻ പോലും അന്തിക്കാട് SHO അല്ലെങ്കിൽ SIO തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 പേർക്കെതിരെയാണ് CC മുകുന്ദൻ പരാതി നൽകിയിട്ടുള്ളത്. CPI CPM പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയുമാണ് CC മുകുന്ദന് പ്രധാനമായിട്ടും പരാതിയുള്ളത്. എന്തായാലും ഈ പരാതി നൽകിയതിന് ശേഷം ഇതിൽ FIR ഇടാത്തത് എന്താണെന്ന് തിരക്കിക്കൊണ്ട് CC മുകുന്ദൻ SHOനെ പല തവണ വിളിച്ചു. അതായത് ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ളയാളാണ് SHO. അദ്ദേഹം പോലും ഫോൺ എടുക്കാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മാത്രമല്ല, ഈ SIയെ പലതവണ ബന്ധപ്പെടാൻ വേണ്ടി CC മുകുന്ദൻ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും CC മുകുന്ദൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത പോലീസ് സമാന നിലയിൽ തന്നെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ളൊരു പരാതി നാട്ടികയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗീത ഗോപി നൽകിയപ്പോൾ ദ്രുതഗതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. അന്ന് CC മുകുന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അസർ മജീദിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാൻ സാധിക്കും, നമ്മളെല്ലാവരും കണ്ടതാണ്. മണിക്കൂറുകൾ കൊണ്ട് അസർ മജീദിനെ കസ്റ്റഡിയിലെടുക്കുന്നു, റിമാൻഡ് ചെയ്യുന്ന നിലയിലേക്ക് DYSP അടക്കം ഉള്ളവർ ആ ഒരു വിഷയത്തിലേക്ക് ഇടപെടുന്നു. റൂറൽ പോലീസ് മേധാവി അടക്കം കൃഷ്ണകുമാർ അടക്കം ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അന്ന് അസർ മജീദിനെ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതേ കേസ് തന്നെ, അതേ വകുപ്പുകൾ എടുത്തിട്ടുള്ള കേസ് തന്നെയാണുള്ളത്. അതേ വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ CC മുകുന്ദൻ മറ്റൊരു പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നാണ് CC മുകുന്ദൻ പറയുന്നത്. അതിന് പ്രധാന കാരണമായിട്ട് CC മുകുന്ദൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, താൻ CPIയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതോടുകൂടി തന്റെ പരാതി കേൾക്കാൻ പോലും പോലീസ് തയ്യാറാവുന്നില്ല എന്നാണ് CC മുകുന്ദൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ നമോ ഭവനിൽ അദ്ദേഹം മാധ്യമങ്ങളെയും കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗൗതം. ഓക്കെ സാനു, എന്തായാലും വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. നോക്കൂ, നാട്ടികയിലെ സിറ്റിംഗ് MLA ആണ് അദ്ദേഹത്തിന് നേരെ ജാതി അധിക്ഷേപം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തകരാണ്, CPIയുടെയും CPMൻ്റെയും പ്രവർത്തകരാണ്. എന്നാൽ ഇത്തരം ഒരു പരാതി നൽകിയിട്ട് പോലീസ് അനങ്ങുന്നില്ല. എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്ന് അറിയാൻ വേണ്ടി സിറ്റിംഗ് MLA അന്തിക്കാട് CIയെ വിളിക്കുമ്പോൾ ആ മഹാൻ ഫോൺ എടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പ്രേക്ഷകർ ഓർക്കുക.